അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ പിസ്സയുടെ റെസിപ്പിയാണ്. ഓവണൊന്നുമില്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ നമ്മൾ സാധാരണ പിസ്സ ഉണ്ടാക്കുന്ന പോലെ മാവ് കുഴച്ച് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പാനിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഈ പിസ്സ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പിസ്സക്ക് വേണ്ട മാവൊന്ന് കലക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ മൈദയും പഞ്ചസാര, ഉപ്പ്, ഈസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാമായിട്ടുള്ള വെള്ളം വേണം, ഇളം ചൂടുവെള്ളം. ഒരുപാട് ചൂടാവരുത് വെള്ളത്തിന്, അതുപോലെ പച്ചവെള്ളം ആവരുത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1 കപ്പാണല്ലോ മൈദ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന്. അപ്പോൾ 250 ml തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുക്കുകയാണല്ലോ ചെയ്യാറ്, ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ. ഇത് നമ്മൾ കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അതിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ ഹാൻഡ് മിക്സറിൻ്റെ ഈ ഹുക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കാൻ പറ്റും. ഇത് വേണമെന്നില്ല നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സയ്ക്ക് വേണ്ട മാവൊക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിലായിട്ട് വേണം നമ്മുടെ മാവിരിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ലൂസ് ആവേണ്ട മാവിന്, അതുപോലെ നല്ല കട്ടിയായിട്ടും വരണ്ട. നമ്മൾ ഉഴുന്തോശയുടെ ഒക്കെ ഒരു മാവിൻ്റെ ആ ഒരു പരുവാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒറിഗാനോ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി മാവ് അടച്ച് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് ഡബിൾ സൈസായിട്ട് വരും. ഒരുപാട് നേരമൊന്നും വെക്കണ്ട, അരമണിക്കൂർ വെച്ചാൽ മതി. നമ്മൾ സാധാരണ പിസ്സക്ക് മാവ് കുഴച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെക്കണം. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് പിസ്സക്ക് വേണ്ട സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ വലിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ജസ്റ്റ് ഒന്ന് 4ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തക്കാളിയുടെ തൊലി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തത്. പിന്നെ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 200 ml വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ സോസിന് വേണ്ട വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ഞാൻ ഇതിൻ്റെ തക്കാളിയുടെ ഈ തൊലിയെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഓയിൽ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്കൊരു 3 വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ വെളുത്തുള്ളിയുടെ ആ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ച് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കണം. നമ്മളിതിന് മുന്നേ പിസ്സ റെഡിയാക്കിയപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ പിസ്സ സോസ് റെഡിയാക്കി ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നമ്മൾ ഒരുപാട് സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ടൊമാറ്റോ സോസ്. പക്ഷെ നമ്മൾ ഈ പിസ്സ സോസിൽ അത്യാവശ്യം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ പിസ്സ സോസിന്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം.
അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്നുകൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഒറിഗാനോൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ പിസ്സയിൽ നമ്മൾ ഇതുപോലെയല്ല മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ്. ഇത് നമ്മൾ കുരുമുളക് പൊടി സോയ സോസൊക്കെ ഒഴിച്ചിട്ടാണ് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം എല്ലില്ലാത്ത പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ എല്ലാ ചിക്കനും ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 1/2 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറും വെക്കാം. ഞാനിപ്പോൾ 1/2 മണിക്കൂർ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. നമുക്ക് ഈ മാവ് കൊണ്ട് ഞാനിപ്പോൾ ഒരു 3 പിസ്സ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബട്ടർ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചതിൽ നിന്ന് 2 കയ്യിൽ മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഞാൻ ഇതുപോലെ 2 കയ്യിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നമ്മൾ ദോശയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിയാക്കണ്ട, ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പിസ്സ സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എത്ര വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കാം. നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് എല്ലാ സൈഡിലേക്കും നമ്മുടെ പിസ്സ സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. ആ മാവിലൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പിസ്സ സോസ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ സൈഡിലും ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ചീസ് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ബർഗറിൽ വെക്കുന്ന സ്ലൈസ് ചീസ് ഉണ്ടല്ലോ, അതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്ലൈസ് എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ചീസും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. നല്ലൊരു ക്രീമി ആയിട്ട് നല്ല ചീസി ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇപ്പോൾ ഇത് ചെറിയ പീസായ കാരണം ഞാൻ ഒരു സ്ലൈസ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നത് വലുതാണ്, അപ്പോൾ അതിലേക്ക് ഞാൻ 2 സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിന് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ക്യാപ്സിക്കം ഒന്ന് കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഒരു ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഒലീവ് കായ ഉണ്ടല്ലോ, കുരു കളഞ്ഞിട്ട് റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ മുകളിലുള്ള ചീസൊക്കെ മെൽറ്റായി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ചെറിയ പിസ്സയാണ്. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്.
അപ്പോൾ ആ പിസ്സ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയൊരു പിസ്സ കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഒക്കെ ചെയ്യുന്നത്. ആദ്യം ബട്ടർ ഇട്ടിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്കൊരു 3 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറുതിൽ 2 കയ്യിലാണല്ലോ ഒഴിച്ചത്, ഇത് നമുക്കൊരു 3 കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, ആദ്യത്തെ പിസ്സയിൽ ചെയ്ത പോലെ തന്നെ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വെച്ച് കൊടുത്ത ശേഷം ഞാനിത് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് ഇതൊരു 15 മിനിറ്റോളം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പിസ്സ നല്ല കറക്റ്റായിട്ട് കുക്കായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ പാനിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊരു 10 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് രണ്ടാമത് ഉണ്ടാക്കിയ പിസ്സയും നോക്കാം. അപ്പോൾ വലിയ പിസ്സ ഞാനൊരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ പിസ്സ ഇതാ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പിസ്സയാണ്, നമുക്ക് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ 2 പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പിസ്സ കൂടെ ഉണ്ടാക്കാനുള്ള മാവുണ്ട്, അപ്പോൾ അതുകൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ പിസ്സ ഉണ്ടാക്കാത്തവർ, നമുക്ക് മാവ് കുഴച്ചേക്കേണ്ട പണിയൊന്നുമില്ല, അതുപോലെ ഓവൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പിസ്സ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.